ഹെൽമെറ്റ് ഇല്ലേ? അപ്പം എനിക്ക് ചാർജ് നിൽക്കുന്നില്ലേ, ഓണാണ്. നോക്കിയാണ് ഇത്രയും വലിയ കുഴിയിൽ ഈ 2 ഹെൽമെറ്റും കൊണ്ട് ഞാൻ കയറിപ്പോണം. കണ്ടേ കാണിക്കുന്ന വിലയ്ക്കാൻ 2 കൂടെ കയറിപ്പോയി. എൻ്റെ മുത്തക്ക് 2 ഹെൽമെറ്റ്. ഹലോ ഗൈസ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് വേറെ ഒന്നുമില്ല. എൻ്റെ മൈക്ക് അഡാപ്റ്റർ അടിച്ചിട്ട് അടിച്ചു പോയിട്ട് ഒരുപാട് ദിവസമായി. അപ്പം അതുകൊണ്ട് ചെറിയ സീനാണ്. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാനേ പറ്റൂ. അതാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ 2-3 വീഡിയോസൊക്കെ ഇനി വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നത്. ക്ഷമിക്കുക. അതിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരാച്ച ലേറ്റ് ആവും. അത് ഫണ്ടിന് ചെറിയ ഇഷ്യൂസും ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നേരെ നെയ്യാറ്റിൻകര പോകണം. അപ്പം നെയ്യാറ്റിൻകര പോകുമ്പോൾ ഒരു കൂട്ടുകാരന് അവന് പുതിയ വീഡിയോ ചാനൽ തുടങ്ങാനുള്ള പ്ലാനാണ്. അപ്പം അത് ഞാൻ എന്നെ കണ്ടാണ് തുടങ്ങാൻ പ്ലാൻ ഇട്ടത്. അപ്പം അത് കാണിച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം അവൻ കുറേ പ്ലാനും കാര്യങ്ങളും പറഞ്ഞു. അപ്പം നോക്കട്ടെ, അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കണം. ഇനി നേരെ അങ്ങോട്ട് പോകണം. അതുമാത്രമല്ല, എൻ്റെ വണ്ടി ചെറിയ മിസ്സിങ് ഉണ്ട്, നല്ല മിസ്സിങ് ആണ് വണ്ടി. അപ്പം അത് എങ്ങനെ എത്തുമോ ഇല്ലേന്ന് എനിക്കറിയില്ല. അത് ചെറിയ ടെൻഷനുണ്ട്. വണ്ടി നല്ല മിസ്സിങ് ആണ്. വണ്ടിക്ക് ഇപ്പം കുറച്ച് പണികളുണ്ട്. അപ്പം എനിക്ക് ചാർജ് നിൽക്കുന്നില്ലേ, ഓണാണ്. ചാർജ് ചെയ്യുന്നത്. അപ്പം കറണ്ട് വരുന്നില്ല, കറണ്ട് ഭയങ്കര സ്റ്റോക്കാണ്. അപ്പം അടിച്ചിട്ടും നോ വർക്കിംഗ് അല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഇട്ട് തന്നേ ഉള്ളൂ. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് പോകണം. എനിക്ക് ഒട്ടും വർക്കിംഗ് ആണ്. കാരണം വണ്ടി അറപ്പുണ്ടപ്പോൾ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് പൈസ അങ്ങനെ അവൻ്റെ വണ്ടി കിട്ടി. അപ്പോൾ അവനുണ്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം എന്തായാലും ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് എന്തായാലും കാണിക്കാം. ബ്ലോക്ക് ഉണ്ടോ? ഓഹോ, അത് കറക്റ്റ് കിട്ടി. നീ കഴിഞ്ഞോ? പറയാൻ പറ്റില്ല, വന്ന് കയറില്ല. കുറച്ചിടയ്ക്കോടെ വെള്ളം പോകാം കേട്ടോ. എത്ര വണ്ടിയാണ് ബ്ലോക്കായിട്ട് എനിക്കാണ് ഇവിടെ തട്ടി കാണും. അല്ലെങ്കിൽ അത് തന്നെ പോയാടാ. ഇതിൻ്റെ ബ്ലോക്കാണ്. മോനെ നോക്കിയതിലാണ് ഇതിൻ്റെ ബ്ലോക്കാണ്. വണ്ടി ഇരിക്കും. പൈസ എങ്ങനെ ആ ബ്ലോക്ക് കയറാനൊന്നുമല്ല, വെഞ്ഞാറമൂട്ടിലെ ബ്ലോക്കാണ്. അപ്പം എല്ലാവർക്കും അറിയാം, മിക്കവരും വരുന്നവർക്ക് ആ ബ്ലോക്ക്
നല്ല വ്ളോഗാണെന്നറിയാം. ഇത് ആ കുറച്ച് ബിറ്റ്സിൽ മാത്രമേ നമുക്ക് ആ വോയിസായിട്ട് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ചിലതൊക്കെ ഭയങ്കര ശോകമാണ്. ഞാനിപ്പം നമ്മളങ്ങോട്ട് പോകുന്നത് രാവിലെ ഒന്നും കഴിച്ചില്ല, ഞാനവനൊന്നും കഴിച്ചില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി, ചായയോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഏതെങ്കിലും ഹോട്ടൽ നോക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പം ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഒരു കടയുമില്ല, കടകൾ കുറവാണ്. തിരുവനന്തപുരം സൈഡിലോട്ട് കടകൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് നോക്കി എങ്ങനെയെങ്കിലും ഒരു കട കിട്ടി. ആ കടയിൽ കയറി അങ്ങനെ കുറച്ച് കഴിച്ച് കടയെത്തി. കട എവിടെയാണ് നോക്കി കണ്ടുപിടിച്ച് കഴിച്ചാണ് നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലെത്തി. അപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വേറൊരു കടയിലെത്തിയപ്പോൾ അവിടെ ഫുള്ള് പൊടിയുറമ്പ്. അത് കുറേ കയറി പയ്യൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പം അങ്ങോട്ട് പോയി ജസ്റ്റ് ഒന്ന് അവനൊന്ന് കാണാം. അപ്പം അവൻ പറഞ്ഞു വീഡിയോ എടുത്തുകൊണ്ട് വരണേന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഓടാനാണ് ബാഗിനകത്തുണ്ടോ? ഞാൻ മാറി ഞാൻ തൊട്ടപ്പുറത്ത് കൂടാ, തൊട്ടപ്പുറം വരെ പോയത്. നോക്കിയാണ് ഇത്രയും വലിയ കുഴിയിൽ ഈ 2 ഹെൽമറ്റും കൊണ്ട് ഞാൻ കയറിപ്പോണം. കണ്ടേ കാണിക്കുന്ന വില വയ്ക്കാൻ 2 കൂടെ കയറിപ്പോയി. എൻ്റെ മുത്തക്ക് 2 ഹെൽമറ്റ് കൈ തന്നേക്കിന്. ഞാൻ എങ്ങനെ കയറിപ്പോവെന്ന് പറയുന്നതാണ്. ഇവനൊക്കെ എന്തെന്ന് പറയട്ട് കാണിക്കുന്നു, എന്നിട്ട് കാണിക്കുന്നു. നാണം നാണം. സെറ്റ് സ്ഥലം, രക്ഷയില്ല. നീ ഫ്രണ്ടിന്നോ? നീ ബാക്കിൽ ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഇപ്പൊ അവിടെ കിടന്നേ. ഞാൻ ഇപ്പൊ തറപ്പണി ഇത്രയും വലിയ സ്ഥലം. അത് തിരിച്ചിട്, തിരിച്ച് കറക്ക്. ക്യാമറ ബാക്കിലാണോ? പൊട്ടാ ക്യാമറ ബാക്കിലാണെന്ന് എനിക്കും അറിയാം. ചാട് ഗൈസ്. അപ്പൊ ഞാൻ പൊട്ടനാ? അവൻ ചാട്ടു. ഞാൻ പോണത് ചവിട്ട്. നീ ഇവനാ, നീ പയ്യ ഇറങ്ങി. ഞാൻ ഇറങ്ങിയിട്ട് കോപ്പർ അടിക്കാം. അവിടെ പിടിച്ചാൽ കുഴപ്പമില്ല. ഓഫായടാ? ഓഫായില്ല, ഓണാണ്. അത് ചെറിയ ലൈറ്റ് കത്തണണ്ട, ചെറിയ റെഡ്. അതാണ് റണ്ണിങ് ആണ്. ഇതാണ് അവസ്ഥ ഇവിടത്തെ. എന്നിട്ടാണ് 2 ഹെൽമെറ്റും വെച്ചുകൊണ്ട് ഇറങ്ങിയത് അറിയാലോ. ഇത് പോണം, ഇതോ അവിടെ വരണം. ഒന്ന് നിന്റെ അച്ഛനും ഒന്ന് ഞാൻ. നിന്റെ അച്ഛൻ എന്നോട് പറയില്ലേ? മറ്റേ കാണുമല്ലോടാ.
എടാ ഫിനാൻസ് ചെയ്യുന്നടാ ഗോപ്രോരാ ഫിനാൻസ് ചെയ്യുന്ന ഇല്ലടാ തീർന്നില്ല എന്നോട് ഞാൻ ബാങ്കിൽ നിന്നാണ് ഓ ബ്രോ ആ ഇതെന്താ കോഫി സ്പ്ലെൻഡർ കിട്ടും എന്തായാലും തങ്കപ്പൈ എന്തിനാണ് വീഡിയോ ഒക്കെ എങ്ങനെയായിരുന്നു? അടിപൊളി. എങ്ങനെ കാണിച്ചു നമുക്കൊന്ന് കാണിക്കാൻ പറ്റൂലേ? കാണിയില്ല. ഞാനും ഫേസ്ബുക്കിൽ അതും ഇതും എല്ലാം കണ്ട് ഫോണ് സ്വന്തമായിട്ട് ഇതുകൊണ്ട് ആ പയ്യൻ താഴോട്ട് ഇറങ്ങി. ഇവിടെ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ എത്ര നേരം വേണോ ഇരുന്നിട്ടോ നമ്മളെ സ്ഥലം ഓൺ സ്ഥലം. പിന്നെ കുറെ തള്ളയ പൊളികൾ കയറി ബിയറൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ വിവരമില്ലാത്ത പയ്യന്മാര്. കാണീര് അയ്യ വേറെ ലെവലാണ് കേട്ടോ. GoPro ഒക്കെ കൊണ്ടുവന്ന് വേറെ പവറ്. ഫോണ് ബ്രോ എൻ്റെത് കണ്ടേ ഈ അവസ്ഥയാണ്. ഫോണൊക്കെ ഉണ്ട്. ഇൻസ്റ്റയില് ഏടാ ബ്രോ ഓക്കെ. ഇവിടെ എടുത്ത വീഡിയോ കാണിക്കാൻ പറ്റുമോ? ഇവിടെ എടുത്തേ അതിനകത്തേ ഉള്ളൂ, കാണിക്കാൻ പറ്റും. വഴി നമ്മൾ പോകുന്ന വഴി ഇതാണ്. ഇതാണ് അവൻ പറഞ്ഞ MD കയറൂലത്. നിന്റെ അപ്പറ കയറിട്ടുണ്ട് MD കയറ്റല്ലേ ഒരിക്കലും. കാരണം ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സീനാണ് പടി. ഗാഡി കയറൂലല്ലോ. അടി തട്ടുന്നതല്ല, ചുമ്മാ ആണെന്ന് ഷാക്കപ്പർ അടിക്കേണ്ടി വരും. ഇവിടെ കട്ടറ കാണാനായിട്ട് ഇതിനും കാട്ടി കാണുന്നത് അത് ഭയങ്കര ഇതാണ്. പിന്നെ അല്ല നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അയ്യോ മോഹൻ അടിക്കാത്ത ആള്. ഇനി അമ്മ ഹെൽമെറ്റ് അല്ലേ? മതി ഉണ്ടാകടാ ബാക്കി ഓഫായി ബാക്കി MD പോയിട്ടാണ് എടുക്കായിരുന്നു.